எவ்வளவு போன சாரே? நல்ல மலையாளி லாட்ஜ் உண்டு, குளிக்கிறதுக்கு நல்ல தண்ணி, மலையாளி சாப்பாடு. என்ன சார் பாக்குறீங்க? பேடிக்கண்டா, உங்களோட பைசா ஒன்றும் கூடுதல் மேடிக்கல. வாங்க இறங்க சார். நம்ம ராமையா வண்டி வரலையா? ஓ, நீங்க அவரை பாக்குறீங்களா? அவருன்னு வரல சார். எங்க சார் போனோம்? அந்த வீக்கே மில்ஸ் பக்கத்துல. அப்படிங்களா? வாங்க போலாம். பாப்பா. என்னடா நான் வரமாட்டேன்னு நினைச்சியா? இவரு நம்ம ஆனா தெரியாதா உனக்கு? ഞാൻ 3 ദിവസമായിട്ട് കാത്തു നിനക്ക് അറിയോ? அது எனக்கு எப்படியா தெரியும்? உனக்கு தெரியாதா? டேய் ஓவராயிட்டு பேச வேண்டாம். பிச்சிடுவே பிச்சி. என்ன வரட்ட? என்ன நீ என்ன? ராமையா மாறான். அப்படி இந்த பெட்டி. நான் போய் திருப்பி வரேன். அப்ப பாப்பேன். என்னடா நீ முறைச்சு பாக்குறே? புடி புடி. இங்கோட வர. என்ன? போயா. நீ போடா. பெட்டி கூட. பழனி எனக்கு என்ன புரிச்சா? ஆயி ஜீவன் தான் என்ன பண்ண மாட்டேன். அது இந்த கழுதைக்கு தெரியாது. ഓടാ പോ. ഇതാണ് രാമയ്യൻ, മലയാളിയാ. രാമൻ എന്നാ ശരിക്കുള്ള പേര്. ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമായി. ഇന്നലെ ക്യാബേജ് എത്ര ലോഡ് വന്നു രാമയ്യ? കാസിംബായിക്ക് 2 ലോഡ്, PRPക്ക് 4 ലോഡ്. പിന്നെ ദിണ്ടുകലിൽ തക്കാളി വന്നിരുന്നോ? അത് ഞാൻ നോക്കിയില്ല. കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് മുരുകനുള്ള വേണ്ടിക്കാണമ്മ. വേണ്ടിക്കാന്ന് വെച്ചാ വഴിപാട്. എന്താ അമ്മച്ചി? പള്ളിയിലേക്ക് നേർച്ച. என்னங்கடி விளையாடுறீங்களா? ஒரு நிமிஷம் அப்படி போயிட்டு வந்தா உடனே குடத்தை மாத்திடுவீங்களா? என்ன ஏமாத்தல நினைப்பா? அம்மா அவங்க வந்துட்டாங்க. ഇവളാണ് കാവേരി. അതാ ഇവളുടെ വീട്. അയ്യോ പെട്ടിക്ക് ഞാൻ എടുത്തോളാം ചേച്ചി. അതെല്ലാം അവൾ എടുത്തു വെച്ചോളൂ. നീ ഉള്ളപ്പോ അമ്മ. നീ മോനെ പപ്പിനി മാർക്കറ്റിൽ പോയോടി. എനിക്കറിഞ്ഞില്ല, ചെന്ന് നോക്ക്. ഈയിടെയായിട്ട് തറുതല കുറച്ചിൽ കുറച്ച് കൂടുന്നുണ്ട്. അടിയുടെ ചൂട് കമ്മിയാച്ചല്ലേ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? കാര്യം ഉണ്ടായിട്ട് നീ ചെന്ന് സാറിനോട് വരാൻ പറ. മനസ്സിലായി. സാറിന്റെ അടുത്ത് കാശ് വാങ്ങിയിട്ട് കാലത്ത് തുടങ്ങാനല്ലേ? കുതിരയ്ക്ക് പുല്ല് മേടിച്ചു കൊടുക്കാനടി കഴുതേ. വൈകുന്നേരം വരയ്ക്കുള്ള പുല്ല് തൊട്ടിയിലുണ്ട്. നീ എന്റെ അപ്പനല്ല, ഞാൻ നിന്റെ അപ്പനാ. പറയണത് അങ്ങോട്ട് കേട്ടാ മതി. ഇല്ല, ഒറ്റ പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറയും. ഓ എടി കുടിക്കാനല്ല, നിന്നാണ് സത്യം. മതി മതി, ഈ സത്യമൊക്കെ കുറെ ഞാൻ കണ്ടതാ. പുല്ല് മേടിക്കണം. എന്തിനാ 10ഉം 11ഉം ഒക്കെ? ഇങ്ങനെ ഒരെണ്ണം പോരെ തന്തേനെ തിന്നാൻ. 750 രൂപ വാടക ഇത്തിരി കൂടുതലല്ലേ? കൂടുതലോ? ഇപ്പൊ ഇതുപോലെ സൗകര്യത്തിന് വീട് കിട്ടണമെങ്കിൽ 1500 2000 കൊടുക്കണം. ഇതേ നമ്മുടെ നാടല്ല. അടുക്കള എവിടെയാ? അവിടെ. പിന്നെ ഒക്കെ ഇഷ്ടപ്പെട്ടോ? എനക്കൂടി നീയേ കുളിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടു. ശരി എന്നാ. ചേച്ചിയുടെ അടുക്കളയിലോട്ട് പോയി.
അയ്യോ അത് ഞാൻ വെച്ച് മറന്നതാ. ചേച്ചി കുളിക്കണ്ടേ? ആ ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. ആ നീ വേഗം പോയി കുറച്ച് പാല് വാങ്ങിച്ചോ. അപ്പൊ കുളിക്കാൻ വെള്ളം കൊണ്ടുവരണ്ടേ? നിന്റെ അമ്മയില്ലേ അവിടെ? അമ്മ വെള്ളം പിടിക്കാൻ പോയിരിക്കാം. ആ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ? ശരി എന്നാ. അപ്പൊ പാലിക്ക് തുട്ട് ഒരു തട്ട് വെച്ചാൽ ഞാൻ മലയാളത്തിൽ പാടി. കാശ് ഷർട്ടിന്റെ പോക്കറ്റിലുണ്ട്, പോയി എടുത്ത്. ശരി. കുളിക്കാനുള്ള വെള്ളം ഇപ്പൊ കൊണ്ടുവരും. നീ സാരി ഒക്കെ ഒന്ന് മാറി കുളിച്ച് റെസ്റ്റ് എടുക്ക്. അടുക്കള പണി എല്ലാം അവള് നോക്കിക്കോളും. മക്കളെന്തേ? അതുണ്ട്. അയ്യോ അവരെ കുളിപ്പിക്കണം. ചേച്ചിക്ക് ടീയാ കാപ്പിയാ? എല്ലാവർക്കും ചായ. അപ്പൊ ടീത്തോള് മേടിക്കണം. വാങ്ങിച്ചോ. വേറെ അടുക്കളയിലേക്ക് എന്താ ആവശ്യം വെച്ചാൽ അതൊക്കെ വാങ്ങിച്ചു. എപ്പോഴെപ്പോഴും ഉണ്ടല്ലോ. തൽക്കാലം ടീത്തോള് മാത്രം മതി. ആ എന്നാ ചെല്ലേ. ഓ ഇതെന്താ ടീത്തോള്? ചായപ്പൊടി, നമ്മുടെ ചായപ്പൊടി. പിന്നെ അടിച്ചു വാരാനും വെള്ളം കൊണ്ടുവരാനും ഒക്കെ ഒരു കൊച്ചു പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചു പെണ്ണായിരിക്കുമെന്ന്. ഇത് കൊച്ചൊന്നല്ല കേട്ടോ. ആ ഇപ്പൊ വെള്ളം വരത്തില്ല. അതിനൊക്കെ ചില സമയമുണ്ട്. അതിനൂടെ കുളമില്ലടാ. ആ വരണത് ഞാൻ കണ്ടു. പൈപ്പിൽ വെള്ളം നിൽക്കാറായതുകൊണ്ട് കിട്ടുന്നവരെ പിടിച്ചു വെക്കാന്ന് കരുതി. ആഹാ, മക്കളെ അമ്മമ്മ അറിയുവോ? അവള് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കായിരുന്നു. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട്. അതെ ഞാൻ കാവേരിയുടെ അമ്മയാ. പേര് ജാനകി. കുളിച്ചോളൂ, ഞാൻ തണ്ണി കൊണ്ടുതരാം. അവര് മലയാളിയാണല്ലേ? കണ്ടാ തോന്നിയില്ല. അതാണ്. ഇവിടെ ഒരു കൊല്ലം അടുപ്പിച്ച് നിന്ന ഏത് മലയാളിയും തനി തമിഴിനാവും. എന്ന് ജോസന്നാച്ചി പോയി കുളിച്ചാട്ടെ. അല്ല നീ എന്തുകൊണ്ട് പറയാൻ വന്നേ? വീട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ എന്റെ ബ്രഷ് എടുത്തോണ്ട് വരാൻ മറന്നുപോയി. എന്നാ എന്റെ ബ്രഷ് എടുത്ത് വെച്ചോ. അയ്യടാ കയ്യടാ. എന്റെ ബ്രഷ് വെച്ച് തേച്ചാ പല്ല് വിളിക്കൂലേ? വെളുക്കും വെളുക്കും. കറക്കാതിരുന്ന ഭാഗ്യം. നീ പല്ല് തേച്ചില്ലെങ്കിലും നിന്റെ ഭാര്യയെ തേപ്പിക്കണമെന്നാണല്ലോ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. അതെ, കർത്താവ് സിഗരറ്റ് വലിക്കാത്തോണ്ടായിരിക്കും. അയ്യോ ഞാനതിനോട് പറഞ്ഞില്ലല്ലേ, ഞാൻ വരി നിർത്തി. നിർത്തും. നീ എന്റെ പല്ലൊന്ന് നോക്കി. നല്ല മുല്ലപ്പൂ പോലില്ലേ? മുല്ലേ മല്ലി മുല്ലേ മുല്ലേ മുല്ലേ. ഒയ്യോ ആരെങ്കിലും കാണും. കണ്ടാലെന്താ? ആ ചക്കളത്തി എങ്ങാനും കണ്ട അപ്പന്റെ അടുത്ത് എന്ന് പറയും. ആര്? പപ്പിനിയോ? മുത്ത് ഊരും പേരും തരാത്ത കൂത്താടിയെന്ന് അവര് പറയുന്നേ. പിന്നെ അടി വാങ്ങാൻ ഞാനേ കാണും. നിന്റെ അപ്പം വെള്ളം അടിച്ച് രാത്രി വഴിയിലങ്ങ് കിടക്കുമ്പോ വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടുവന്നാക്കിയ മുത്തുവല്ലവനാ. അവളെ ഒന്ന് കാണട്ടെ, ഞാൻ ചോദിക്കാം. വേണ്ടാത്ത വഴക്കിനൊന്നും പോണ്ടാട്ടോ. എനിക്ക് പപ്പിനിയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ അപ്പൻ എവിടെ നിന്ന് കിട്ടി ഇതിനെയൊക്കെ? ചിന്ന വീടാണത്ര. നിന്റെ അമ്മയ്ക്ക് ചുണയില്ലേണ്ട, അടിച്ച് പുറത്താക്കണം ഇവളെയൊക്കെ. ഏതായാലും നമ്മുടെ ഒളിച്ചുകളി ഇനി അധികം നാളത്തേക്കില്ല. തൈപ്പൊങ്കൽ കഴിഞ്ഞാ ഞാൻ നിന്റെ അപ്പനോട് നേരിട്ട് ചോദിക്കും. എന്തോന്ന്? നിന്നെ എനിക്ക് തരുമെന്ന്. ഇല്ലാന്ന് പറഞ്ഞാലോ? അപ്പൊ കാണാൻ മുത്തു ആരാണെന്ന്. എന്ത് ചെയ്യും? നിന്നെ പൊക്കിയെടുത്ത് കുതിരവണ്ടിയിലിട്ട് ഞാൻ കൊണ്ടുപോകും, MGRനെ പോലെ. എന്നാ പതിവ് മുടക്കണ്ട. ആർക്കാ പാല്? അണ്ണനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. വന്നോ? അണ്ണൻ കടയിലേക്ക് പോയോ? ഇല്ല. എന്നാ ഞാൻ വിടട്ടെ. ഇത് കൊടുത്ത് എടുത്തിട്ട് വേണം എനിക്ക് കടയിലേക്കല്ലേ. മുല്ലേ മല്ലി മുല്ലേ. ഇത് ലാസ്റ്റ് ഐറ്റം. 200 പെട്ടി തക്കാളി. എല്ലാം ഒരേ മാതിരി ചരക്ക്. ആയിക്കേ, എല്ലാം ഒരേ മാതിരി താനേ. கூப்பிடுங்க. 5 ரூபா 5 ரூபா 5 ரூபா 5 ரூபா ஒரு பெட்டி தக்காளி. 200 பெட்டி தக்காளி இருக்குங்க. 5 ரூபா 5 ரூபா 6 ரூபா 6 ரூபா அங்க 6 ரூபா ஒரு பெட்டி தக்காளி. 6 ரூபா 7 ரூபா. எத்தனை? 7 ரூபா 7 ரூபா 7 ரூபா 7 ரூபா ஒரு பெட்டி தக்காளி. 7 ரூபா. அந்த மாதிரி 200 பெட்டி தக்காளி இருக்குங்க. 8 ரூபா 8 ரூபா 8 ரூபா 8 ரூபா 8 ரூபா விலை நீட்டிட்டல. 8 ரூபா 9 ரூபா 9 ரூபா 9 ரூபா 9 ரூபா 9 ரூபா 9 ரூபா ஒரு கிராம். 9 ரூபா 9 രൂപ. അത് വിളിച്ചോളാം, ആലുവ മാർക്കറ്റിലെ പറ്റിയ സാധനമാ. 9 രൂപ 9 രൂപ 2 തരം. 10 രൂപ 10 10 രൂപ 10 രൂപ 10 രൂപ ഒരു തരം. 10 രൂപ 10 രൂപ 2 തരം. 10 രൂപ 10 രൂപ 3 തരം. 10 × 200 വാസു. അപ്പനെ എന്നാ ഇല്ല, നിനക്ക് തരാൻ അവിടെ ചരക്കില്ല. ഞാൻ കടക്കുള്ള വരാമെന്ന് പല തടവ് ചൊല്ലിയിരിക്കെ അല്ലേ? എന്നങ്ക മുതലാളി പൊടി. ആ കീര ഇവിടെ ആമ ഒരു
கட்டு கீரை எடுத்தா ரொம்ப தான் அலட்டிக்கிறாரு மனுஷன். ஆமா. முத்து, உன் முதலாளிக்கு என் மேல கோபம் போகவே இல்ல. நீ கொஞ்சம் சொல்ல. ഞാൻ ഊരും പേരും தெரியாத കൂത്താടി നിനക്ക് വക്കാലത്ത് പറയണല്ലേ? ஐயோ 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 கடவுளே, நான் உன்னை பத்தி அப்படி எல்லாம் சொல்லுவேனா முத்து? വേണ്ട വേണ്ട எனக்கு தெரியும். யாரோ உங்ககிட்ட தப்பா சொல்லிருக்காங்கப்பா. கோவிச்சுக்காத கண்ணா. കൈയെടു. முத்து, നിനക്കെന്നെ സ്വഭാവിച്ചിരിക്കത്തില്ല. മാറ്. പവിനി. ஐயடா. സവാള മാർക്കറ്റ് എങ്ങനെയുണ്ട്? ആ ആ ഊനെന്ന് ചരക്കത്തി തുടങ്ങിയോ? ഓ അത് ശരി. ആ നമ്മ തിരുമേനി അങ്ങ് ഇരിക്കാ. കൊഞ്ചം കൊടുക്കണം. നീ എന്താ ഇത്ര വയ്യേ? പൂരം വൈകി. ആ വീട്ടിലെ ഗ്യാസ് ഊറ്റി തീർന്നു. ആ ഗ്യാസ് ഒന്ന് വെച്ച് കൊടുക്കണേ. ശരി. ഹലോ തിരുമേനിയാ? ആ ഞാൻ ജോസൂട്ടി. ഇന്നലെ എത്തി. ആ പിള്ളേരുണ്ട്. ആ ആ വടക്കോട്ട് പോയാൽ തൃശ്ശൂര്, തെക്കോട്ട് പോയാൽ ചെട്ടിക്കാട് പള്ളി. ഇതാണ് അവളുടെ ഭൂമിശാസ്ത്രം. വീട് വിട്ടിട്ട് ആദ്യമായിട്ടാ. ആ ആ ഒരു മിനിറ്റേ. മുത്തോ പലചരക്ക് കൊല്ലം വേണേ വാങ്ങിച്ചു കൊടുത്തരേ. ശരി. உப்பு வேணுமாமா? உப்பு வேணுமா? உப்பு 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 வேணுமா? யாருக்கு வேணும் உப்பு? ഈ കയറൊന്നും വെച്ചു പിടിച്ചേ. முடியாது, ஒத்தைக்கங்க எடுத்துட்டு போயா மதி. அண்ணன் வரத்துக்கு முன்னே கேஸ் வேணும்னு ஒரு வாரத்துக்கு முன்பே நான் சொன்னதானே, கேட்டியா? നീ ആ നാവം നടക്ക് ഇന്ന് പിടിച്ചേ. വാടി. நான் சொன்ன ஒரு வெளி இல்ல. നീ ആരാ ഈ നാട്ടിലെ MLA? അത് മുതലമ്മച്ചോ? ചേച്ചി ഇവളെ സൂക്ഷിച്ചോളേ. ശുദ്ധമായാടിയാ. തക്കം കിട്ടിയാ ഇവള് ചേച്ചിയുടെ ചെവി കടിച്ചു പറിക്കും. ഞാൻ എന്താ കടുവേ? ഓ എങ്കിൽ എത്ര സമാധാനമായിരുന്നു. പിന്നെ എന്തോന്നാ? പോയി കണ്ണാടി എടുത്ത് നോക്ക്, ഒരു ഭൂതത്തെ കാണാം. മുത്തു, മുത്തുന്റെ നാട് എവിടെയാ? ഗോവിന്ദ ഗോവിന്ദ. അറിഞ്ഞൂടെ ചേച്ചി, 5-6 വയസ്സുള്ളപ്പോ പള്ളിയിൽ വന്നതാ. വന്നതൊന്നുമല്ല, ആരോ കൊണ്ടുവന്ന് നടവള്ളിയതാ. തല മുട്ടയടിച്ച് ചന്ദനം തേപ്പിച്ച് ആണ്ടിയാക്കി വിട്ടിട്ട് അവര് മുങ്ങി. ഇപ്പോഴും മുഖച്ചായുള്ള ആരെ കണ്ടാലും പുറകെ കൂടും. തേങ്ങാമട കാവേരി. അയ്യടാ ചൊടിച്ചോ? അപ്പൊ ഇയാൾ എന്നെ ഭൂതം വിളിച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലേ? വന്നിട്ടമ്മ ഇപ്പൊ ചേച്ചി. പോട്ടെ ചേച്ചി. എന്നമ്മാ? അപ്പാവുക്ക് ചോറെടുത്ത് പോട്. അമ്മയ്ക്ക് എടുത്തു കൊടുത്താൽ എന്താ? നിന്റെ കണ്ണിൽ നിന്ന് മത്ത കുത്തിയിട്ടുണ്ടോ? എന്റെ കഴിവിനുണ്ടെങ്കിൽ പിന്നെ നിന്നോട് പറയുവോ? പോടി. 2 പൊണ്ടാട്ടിമാരുണ്ടായിട്ട് എന്താ കാര്യം? ഒരു പിടി ചോറ് വിളമ്പി തരാൻ 3ാമത് ഒരെണ്ണത്തിന് കെട്ടണമെന്നാ തോന്നണേ. കെട്ടിക്കോ, വേണ്ടാന്ന് ആരാவது சொன்னாங்களா? എല്ലാ അവളുമാരുടെ ആവശ്യം കഴിയുമ്പോ കരിമ്പഞ്ചണ്ടി തുപ്പണ മാതിരി തുപ്പും. അപ്പൊ ഞാനേ കാണും. അല്ലെങ്കിൽ ഇതാ പാര് എന്നെ ഇപ്പടി കൂപ്പിടുങ്ങ. എന്നെ അങ്ങനെ ആരും വായിലിട്ട് ചവയ്ക്കാമെന്ന് കരുതണ്ടടി. ഉനക്കൊന്നും എന്നെ തെരിയാതെ. എനിക്ക് തെരിയാത്. അനെ തെരഞ്ഞോളിങ്കി ഇരിക്കില്ലേ? വേണ്ട, വെറുതെ ചൊറിഞ്ഞു പുണ്ണാക്കണ്ട. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ചാടി കടിക്കാൻ നിങ്ങൾക്ക് നാക്കുണ്ട്. അവളെ കണ്ടാ നാക്കുമില്ല ചാട്ടുമില്ല. എനക്കെന്നെ അവളെ പാത്ത ഭയമാ. എന്റെ പട്ടി പേടിക്കവളെ. പട്ടിയാത് പേടിക്കുമല്ലോ. നീ എപ്പോ വന്നു പപ്പിനി? ഇന്ന് കച്ചവടം നേരത്തെ കഴിഞ്ഞോ? കഴിയാൻ ഏതാത് കിടച്ചതാനേ. എന്തു പറ്റി? ഇന്ന് മാർക്കറ്റിൽ ചരക്കൊന്നും കിടക്കില്ല. തുറക്ക വന്നാ തന്നെ കിടക്കരുത്. അത് കറക്റ്റ്. കാലയിലെ കെട്ട ശകനം പാത്തിട്ട് പോന്നാ എങ്കിരുന്ന് കിടക്കോ? വേണ്ടവാ. എടി, നീ കെട്ട ശവനം എന്ന് പറഞ്ഞത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലായി. ആമാ, നീതാൻ കെട്ട ശകനോ? നീയടി കെട്ട ശവനം, കൂടാത്രക്കാരി. അത് ഉന്നോട് തള്ളാം. തള്ളക്ക് പറഞ്ഞാലുണ്ടല്ലോ. എന്നടി പണ്ണുവേ? എന്നെ പണ്ണുവേനാ. ചാണകത്തില് ചൂളി മുക്കി പൂച്ചിടുവോ മൂഞ്ചി? പൂച്ചിരുവിയാ? ആമാ. പൂച്ചിരുവിയാ? എന്നെ കൊണ്ട് അടുപ്പിക്കരുത്. മേലെ പൊടി, മേലെ പോ, പൊടി. ചാണിയെ ഇടി മേലെ പാരടി, ഇടി മേലെ പാരടി. എന്റെ തലവിധി. ഇടി മേലെ പാരടി. അപ്പാ ചോറെടുത്ത് വെച്ചിരിക്ക്. കുളം തന്നെ കരുവാട്. കറുവാടെങ്കിൽ കറുവാട്.